കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ ഒരു ചർച്ച നടക്കുന്നുണ്ട്. വിവാഹശേഷം ഭർത്താവിൻ്റെ മാതാപിതാക്കളെ അമ്മ എന്നോ അച്ഛൻ എന്നോ വിളിക്കണോ, അതോ അശ്വിൻ്റെ അച്ഛൻ അശ്വിൻ്റെ അമ്മ എന്ന് വിളിച്ചാൽ മതിയോ എന്ന്. ഓരോ മനുഷ്യർക്കും അവരുടെ ബന്ധങ്ങളെ എങ്ങനെ കാണണം എന്ന് തീരുമാനിക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. ചിലർക്ക് അമ്മ എന്ന വാക്ക് ജന്മം നൽകിയ സ്വന്തം മാതാവിനായി മാത്രം മാറ്റിവെക്കണം എന്ന് തോന്നും. അതവരുടെ വ്യക്തിപരമായ വികാരമാണ്. അതിനെ നമുക്ക് ബഹുമാനിക്കാം. പക്ഷേ എൻ്റെ മനസ്സിൽ തോന്നിയൊരു ചോദ്യമുണ്ട്. അമ്മ എന്ന വാക്ക് കേവലം ഒരു ജനന സർട്ടിഫിക്കറ്റിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നാണോ? ഒരു കുഞ്ഞിന് ജന്മം നൽകുക എന്നത് ലോകത്തിലെ ഏറ്റവും മഹത്തായ കാര്യമാണ്. പക്ഷെ ഒരാളെ അമ്മയാക്കുന്നത് പ്രസവം മാത്രമല്ല. ചിലർ 9 മാസം ഗർഭത്തിൽ വളർത്തും. എന്നാൽ ചിലർ ജീവിതകാലം മുഴുവൻ നമ്മളെ ഹൃദയത്തിൽ വളർത്തും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ജന്മം തന്നവരല്ലാതെ മറ്റു ചില സ്ത്രീകൾ ഉണ്ടാവാറില്ലേ? നമ്മൾ തളരുമ്പോൾ തലോടി ആശ്വസിപ്പിക്കുന്നവർ, വിശപ്പറിയാതെ നമുക്ക് വെച്ച് വിളമ്പുന്നവർ, തെറ്റുകൾ ചെയ്യുമ്പോൾ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുന്നവർ. അവരൊക്കെ നമ്മൾ അറിയാതെ അമ്മയെന്ന് വിളിച്ചു പോകുന്നത് രക്തബന്ധം കൊണ്ടല്ല, അവർ നമുക്ക് തരുന്ന സുരക്ഷിതത്വത്തിൻ്റെ വികാരം കൊണ്ടാണ്. ഒരു മരുമകൾ ഭർത്താവിൻ്റെ അമ്മയെ അമ്മയെന്ന് വിളിക്കുമ്പോൾ അത് പലപ്പോഴും ഒരു കീഴടങ്ങലോ നിർബന്ധമോ അല്ല, മറിച്ച് അതൊരു സംസ്കാരത്തിൻ്റെ, സ്നേഹത്തിൻ്റെ കൈമാറ്റമാണ്. അതിന് മനസ്സനുവദിക്കുന്നില്ലെങ്കിൽ വിളിക്കാതിരിക്കാനും അവർക്ക് അവകാശമുണ്ട്. എങ്കിലും വഴിയിലേ പോകുന്ന എല്ലാവരെയും നമ്മൾ അമ്മ എന്ന് വിളിക്കാറില്ല. പക്ഷെ ജീവിതത്തിൽ ചിലർക്ക് മുന്നിൽ ആ വിളി സ്വാഭാവികമായി വരും. അതാരും നിർബന്ധിച്ചാലും ഉണ്ടാവില്ല, ആര് വിലക്കിയാലും ഇല്ലാതാക്കാനും കഴിയില്ല. കാരണം അമ്മ എന്നത് വെറുമൊരു വാക്കല്ല, അതൊരു അഭയമാണ്, അതൊരു കരുതലാണ്. ബന്ധങ്ങൾ നിയമപുസ്തകങ്ങൾ പോലെ കർശനമല്ലല്ലോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം.